അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി അലാ ഫളിഹി വ ഇഹ്സാനി വ അഷ്കുറുഹു അലാ തൗഫീഖിഹി വംതിനാനി വ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഫീ റുബൂബിയ്യതിഹി വ ഉലൂഹിയ്യതിഹി വ അസ്മാഇഹി വ സിഫാതിഹി വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബി വസല്ലമ തസ്ലീമൻ കസീറ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യരായ നാം നമ്മുടെ സൃഷ്ടാവിനെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് മനസ്സിലാക്കുക. ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് അവനെ ആരാധിക്കുക എന്നത് നാം അവനോട് നിർവഹിക്കേണ്ട ഏറ്റവും വലിയ കടപ്പാടും കടമയും ബാധ്യതയുമാണ് എന്നും അറിയുക. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച്, അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ നമ്മെ അറിയിച്ചിട്ടുള്ളത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും ഇൻസുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഭൂതവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മെ ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. തുടർന്ന് അള്ളാഹു പറയുന്നു, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. നാം അവരോട് റിസ്ക് ആവശ്യപ്പെടുന്നില്ല, അവർ നമുക്ക് ഭക്ഷണം നൽകണമെന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റുള്ളതെല്ലാം അവൻ്റെ സൃഷ്ടികളാണ്, അവൻ്റെ അടിമകളാണ്. അപ്പോൾ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവാണ് അവൻ്റെ സൃഷ്ടികർത്താവ്. അതുകൊണ്ട് അടിമകൾ പണിയെടുത്ത് ഉടമക്ക് സമ്പാദിച്ചു കൊടുക്കുക എന്നത് ഭൗതിക ലോകത്തുള്ളൊരു ശീലമാണ്. അതിലൂടെ അവർ ഭക്ഷിക്കുക എന്നതും അവരുടെ ശീലത്തിൽപ്പെട്ടതാകുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു, നാം അവരോട് ഉപജീവനം ആവശ്യപ്പെടുന്നില്ല. എൻ്റെ അടിമകൾ എനിക്ക് വേണ്ടി പണിയെടുത്ത് എനിക്ക് ഉപജീവനം നൽകേണ്ടതില്ല, അവർ എന്നെ ഭക്ഷിപ്പിക്കേണ്ടതുമില്ല, എനിക്ക് ആഹാരം നൽകേണ്ടതുമില്ല. ഇതെല്ലാം നാം അവർക്ക് നൽകുന്നു. അവരുടെ ഉപജീവനം നമ്മുടെ കയ്യിലാണ്. അവർക്ക് റിസ്ക് നൽകുന്നവൻ നാമാൻ, അവരെ ആഹരിപ്പിക്കുന്നവനും നാമാൻ. അതുകൊണ്ട് അവർ എന്ത് ചെയ്യണം? അവരുടെ ബാധ്യത എന്താണ്? അവർ നമ്മെ മാത്രം ആരാധിക്കുക എന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനിൽ യാതൊന്നും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുക. വീണ്ടും അല്ലാഹു തആല പറയുന്നു, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഏതൊരു പ്രവാചകനെയും മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല, അവർക്ക് ഇപ്രകാരം വഹി കൊടുത്തിട്ടല്ലാതെ നാം അല്ലാതെ ഒരു ആരാധനഗ്രഹനായി മറ്റാരും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മളെ ആരാധിക്കുക എന്ന്, നമ്മെ അവർ ആരാധിക്കട്ടെ എന്ന സന്ദേശം കൊടുത്തിട്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. ആരാധനഗ്രഹൻ അല്ലാഹു മാത്രമാകുന്നു. അതുകൊണ്ട് നമ്മൾ ആരാധിക്കേണ്ടത് അല്ലാഹുവിനെ മാത്രമാകണം. സൃഷ്ടികളുടെ അടിമകളുടെ ഉത്തരവാദിത്വം, അവരുടെ കടമ, അവരുടെ ബാധ്യത എന്താണ് എന്ന് അല്ലാഹു തആല ഇതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹുവിനോട് അവന്റെ സൃഷ്ടികൾക്കുള്ള ബാധ്യത എന്താണ്? മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാം. ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. അടിമകൾക്ക് അല്ലാഹുവിന്റെ മേലുള്ള കടമ അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈആ. അവനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ്. അല്ലാഹുവിന്റെ വിഷയത്തിൽ അടിമകൾക്കുള്ള കടമ എന്താണ്? അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഇതാണ് അല്ലാഹു തആല അവന്റെ അടിമകളോട് ആദ്യമായി കൽപ്പിച്ചിട്ടുള്ളത്.
അടിമകൾക്ക് അല്ലാഹു കൊടുത്ത കൽപ്പനയിൽ ആദ്യത്തേത് എന്താണ്? അവനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നും പങ്കുചേർക്കാതിരിക്കുക. ഈ കൽപ്പന കൃത്യമായി പാലിക്കേണ്ടവരാകുന്നു അള്ളാഹുവിന്റെ അടിമകൾ, മനുഷ്യർ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇബാദത്തിന് അർഹനായവൻ ആരാണ്? ഇബാദത്തിന് അർഹനായവൻ അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാകുന്നു. എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന എല്ലാ അമലുകളും, അത് എല്ലാ വാക്കുകളും പ്രവർത്തനങ്ങളും, ബാഹ്യമായതോ ആന്തരികമായതോ ആയ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു പേരാണ് ഇബാദത്ത് എന്നത്. അപ്പോ ആന്തരികവും ബാഹ്യവുമായ വാക്കുകളും പ്രവൃത്തികളും, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന വാക്കുകളും പ്രവൃത്തികളും ഇബാദത്താണ് എന്ന് മനസ്സിലാക്കുക. അത് ഒരുപാട് ഇനങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അല്ലാഹു തആല നിയമമാക്കിയ ഒരു കാര്യമാകുന്നു ഇബാദത്ത് എന്ന് മനസ്സിലാക്കുക. അതിനാൽ ഏതൊരു മുസ്ലിമിന്റെയും ബാധ്യത അവന്റെ റാസിക്കായ, അവന് റിസ്ക് കൊടുക്കുന്ന, അവനെ ജീവിപ്പിക്കുന്ന, അവനെ മരിപ്പിക്കുന്ന, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, അതിലെ ഇബാദുകളെയും അവന്റെ അടിയാറുകളെയും നിയന്ത്രിക്കുന്നവൻ ആരോ അവനാണ് ഇബാദത്തിന് അർഹതയുള്ളത്. അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കാളികളുമില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നവൻ ഒരേ ഒരു ശക്തി മാത്രമേയുള്ളൂ. അത് അല്ലാഹു തആലയാണ്. ഖാലിഖായ, റാസിക്കായ പടച്ചവൻ ആകുന്നു, അല്ലാഹു ആകുന്നു മുദബ്ബിറുൽ ആലം എന്ന് മനസ്സിലാക്കുക. അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കാളികളുമില്ല, അവനാണ് ആരാധനക്കർഹനായിട്ടുള്ളവൻ എന്നും മനസ്സിലാക്കുക. അതുകൊണ്ട് അവനിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ നമ്മൾ തേടുക. അതാണ് ഇബാദത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. ഫത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവനിലേക്ക് നിങ്ങൾ വസീലയെ തേടുക എന്ന് പറഞ്ഞാൽ ഇബാദത്തിലൂടെ, അവന്റെ ആരാധനാകർമ്മം നിർവഹിക്കുന്നതിലൂടെ. എന്താണ് വസീല? അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കാരണങ്ങൾ, അതാണ് വസീല. അപ്പൊ അത് ഇബാദത്താണ്. ആരാധനാകർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ്. അതിനാൽ അല്ലാഹു തആല അവന്റെ അടിമകൾ, അവന്റെ സൃഷ്ടികൾ അവന് ആരാധന എടുത്താലേ അവൻ മഹത്വമുടയവനാകൂ എന്നൊന്നില്ല. അതിനെ തൊട്ട് അവൻ സമുന്നതനാണ്, ഔന്നത്യമുള്ളവനാണ് എന്ന് മനസ്സിലാക്കുക. ഇനി മുഴുവൻ ആളുകളും അവനെ വെറുത്ത് അവനെ ഇബാദത്ത് അർപ്പിക്കുന്നില്ലെങ്കിലോ അതിലും അവന് യാതൊരു പ്രശ്നവുമില്ല എന്നും മനസ്സിലാക്കുക. അല്ലാഹു തആല പറഞ്ഞു, ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, നിങ്ങൾ നിഷേധികളാകുന്നുവെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിൽ അവിശ്വസിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല നിങ്ങളിൽ നിന്നും ധന്യനാണ് കേട്ടോ, നിങ്ങളുടെ ആവശ്യം പടച്ചവനില്ല. വീണ്ടും അല്ലാഹു തആല പറയുന്നു, ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർളി ജമീഅ ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. ഇനി നിങ്ങൾ എല്ലാവരും നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ, ഭൂമുഖത്തുള്ള സകലമായ ആളുകളും അവിശ്വസിക്കുകയാണെങ്കിലും അല്ലാഹു തആല അതിനും ധന്യനാണ്, അവൻ സ്തുത്യർഹനാണ് എന്ന് മനസ്സിലാക്കുക എന്ന് പടച്ചതമ്പുരാൻ പറയുന്നുണ്ട്. അല്ലാഹു തആല പറയുന്ന ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇബാദി ലൗ അൻത അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽകി ശൈആ വലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മാ നഖസ ദാലിക മിൻ മുൽകി ശൈആ. അല്ലാഹു തആല പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹു വിളിക്കുന്നു, യാ ഇബാദി, എന്റെ അടിയാറുകളെ, നിങ്ങളിൽ ആദ്യമുള്ളയാളും അവസാനമുള്ളയാളും, നിങ്ങളിൽ ആദ്യാവസാനമുള്ള ആളുകൾ, അത് മനുഷ്യരും ജിന്നുകളും, അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അവരിൽപ്പെട്ട
ഏറ്റവും ശ്രദ്ധനായ തഖ്വയുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം പോലെ അതുപോലെയാവുകയും, എന്നിട്ട് നിങ്ങൾ എല്ലാവരും അങ്ങനെ ആയിത്തീർന്നാലും അള്ളാഹുവിന്റെ മുൽക്കിൽ, എന്റെ അധികാരത്തിൽ ഒന്നുപോലും വർദ്ധിക്കുന്നില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. ഓ എന്റെ അടിയാറുകളെ, നിങ്ങളിൽ ആദ്യാവസാനമുള്ള മുഴുവൻ ആളുകളും, ജിന്നുകളും മനുഷ്യരും എല്ലാവരും ഒരുമിച്ചുകൂടി അവരിൽപ്പെട്ട ഒരു മോശപ്പെട്ട മനുഷ്യന്റെ, ഏറ്റവും ചീത്തയായ മനുഷ്യന്റെ ഹൃദയം പോലെ ആ രൂപത്തിൽ നിങ്ങൾ എല്ലാവരുമായി മാറിയാലും എന്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോവുകയില്ല എന്നും അല്ലാഹു തആല പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, നമ്മളുടെ ബാധ്യത എന്താണ്? അള്ളാഹുവിനെ ആരാധിക്കുക, അവനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നും പങ്കുചേർക്കാതിരിക്കുക. ഇതാണ് മുഴുവൻ പ്രവാചകന്മാരും അവരുടെ സമുദായത്തോടും സമൂഹത്തോടും പറഞ്ഞത്. യാ ഖൗം യഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അല്ലയോ മനുഷ്യരെ, എന്റെ സമൂഹമേ, എന്റെ ജനതയെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനല്ലാത്ത ഒരു ഇലാഹ് ആരാധ്യൻ നിങ്ങൾക്കില്ല എന്ന് സകലമായ പ്രവാചകന്മാരും അവരുടെ ജനതയോട് പറഞ്ഞു എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് പ്രവാചകന്മാരൊക്കെയും ആളുകളെ ക്ഷണിച്ചത് ഇസ്തിഖാമത്തിലേക്കാണ്, അവരുടെ ദീൻ നേർക്കുനേരെ നിലനിർത്തുന്നതിലേക്കാണ്. അത് നിലനിന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക. ഇസ്തിഖാമത്തില്ലെങ്കിൽ അവർക്ക് യാതൊരു ഉപകാരവും ഇല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. മനുഷ്യൻ അടിമയാണ്, അവൻ അടിമയായിരിക്കും ഏതെങ്കിലും ഒന്നുകിൽ അള്ളാഹുവിന്റെ അബ്ദൻ ലില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ അടിമയായിരിക്കും, അല്ലെങ്കിൽ അബ്ദു ശൈത്താൻ, പിശാചിന്റെ അടിമയായിരിക്കും, അല്ലെങ്കിൽ അബ്ദൻ ലി ഹവാ, അവന്റെ ദേഹേച്ഛയുടെ അടിമയായിരിക്കും, അതല്ലെങ്കിലോ അബ്ദൻ ലി ദുനിയാ, അവന്റെ ദുനിയാവിന്റെ അടിമയായിരിക്കും, അതല്ലെങ്കിലോ അവൻ ബിംബങ്ങളുടെയോ അല്ലെങ്കിൽ പ്രതിമകളുടെയോ അടിമയായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലക്കുള്ള അടിമത്വം മനുഷ്യനിൽ ഉണ്ടാകും. അതുകൊണ്ട് മനുഷ്യൻ നിർബന്ധമായും അവൻ എന്താകണം? അവൻ അബ്ദുള്ളയാകണം, അള്ളാഹുവിന്റെ അടിമയായിരിക്കണം. അള്ളാഹുവിന്റെ അടിമയായാൽ മറ്റുള്ള എല്ലാ അടിമത്വത്തിൽ നിന്നും മോചനമുണ്ടാകും, അവന് സ്വാതന്ത്ര്യമുണ്ടാകും, അവൻ ഹവയിൽ നിന്ന് മോചിപ്പിക്കപ്പെടും, പിശാചിന്റെ ആരാധനയിൽ നിന്ന്, അബൂദിയത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും, അതുപോലെ എല്ലാവിധ പ്രതിമകളിൽ നിന്ന് അവൻ മോചിപ്പിക്കപ്പെടും. അതെ, അതുകൊണ്ട് മനുഷ്യൻ അവൻ അള്ളാഹുവിന്റെ അടിമയായിരിക്കണം. അവൻ അള്ളാഹുവിന് അവന്റെ ജീവിതത്തെ സമർപ്പിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെടണം, അവന്റെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം. അപ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ അവൻ മനുഷ്യനാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതെ, അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എനിക്ക് ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിൽ ആര് അഹങ്കരിക്കുന്നുവോ ആ ആളുകൾ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അല്ലാഹു പറഞ്ഞു, ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. തീർച്ചയായും ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന പക്ഷം അല്ലാഹു തആല അവന് സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ്, അവന്റെ സങ്കേതം നരകമായിരിക്കും, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയും ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പൊ ശിർക്ക് വെക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അക്രമികളാണ് എന്നാണ്. വമാ ലിൽസാലിമീൻ, അക്രമികളായ ആളുകൾക്കുണ്ടാവുകയില്ല, ഒരു സഹായി ഉണ്ടാവുകയില്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അക്രമം എന്ന് പറഞ്ഞൊരു സംഗതി, ഇന്ന ശിർക ലളുൽമുൻ അലീം, ശിർക്ക് അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നത്, അവന് സമന്മാരെ ഉണ്ടാക്കുക, അവന് പങ്കാളികളെ ഉണ്ടാക്കുക, അവനിലേക്ക് പങ്കുചേർക്കുക എന്നത് ഏറ്റവും വലിയ അക്രമമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന ശിർക ലളുൽമുൻ അലീം, നിശ്ചയം ശിർക്ക് ഏറ്റവും വലിയ അക്രമം തന്നെയാകുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോ ശിർക്ക് ചെയ്യുന്നയാളെ സംബന്ധിച്ചിടത്തോളം അവൻ ആരായി? അവൻ അക്രമിയായി, ഏറ്റവും വലിയ അക്രമി. കളവ് നടത്തുന്നവനേക്കാൾ,
വ്യഭിചരിക്കുന്നവനേക്കാൾ, കൊലപാതകിയേക്കാൾ ഏറ്റവും വലിയ അക്രമി ഷിർക്ക് ചെയ്യുന്നവനാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരോട് പറയുകയാണ്, താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ള ആളുകൾക്കും നാം വഹി നൽകിയിട്ടുള്ളത് എന്താണ്? ലഇൻ അശ്റക്ത, മുഹമ്മദ് നബിയോടാണ് അള്ളാഹു പറയുന്നത്, താങ്കളാണ് ശിർക്ക് വെക്കുന്നതെങ്കിൽ പോലും ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമല് പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയും ചെയ്യും എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ ഷിർക്ക് മനുഷ്യന്റെ എല്ലാ അമലുകളെയും പൊളിച്ചു കളയും. നമസ്കരിച്ചുകൊണ്ട്, നോമ്പെടുത്തുകൊണ്ട്, സക്കാത്ത് കൊടുത്തുകൊണ്ട്, ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട്, മറ്റ് കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അല്ലാഹുവിൽ പങ്കുചേർത്താൽ അവന്റെ നമസ്കാരവും അവന്റെ നോമ്പും അവന്റെ സക്കാത്തും അവന്റെ ഹജ്ജും എല്ലാം പൊളിഞ്ഞു പോകും. അതിന് പ്രതിഫലം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കൂ. അല്ലാഹു തആല ഒരിക്കലും പൊറുക്കാത്ത, ഒരു നിലക്കും പൊറുക്കാത്ത പാപം എന്ന് ഖുർആൻ അറിയിച്ചത് ഷിർക്കാണ് എന്നറിയുക. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ. അല്ലാഹു തആല പറയുന്നു, തീർച്ചയായും അല്ലാഹു തആല ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പുറത്തു കൊടുക്കും. ലിമൻ യശാ, ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹു അവനത് പുറത്തു കൊടുക്കും. മറ്റുള്ള പാപങ്ങൾ, ഷിർക്ക് ഒരിക്കലും അല്ലാഹു പൊറുക്കില്ല. ഷിർക്ക് ഒരിക്കലും അല്ലാഹു പൊറുക്കില്ല. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് ഒരിക്കലും അല്ലാഹു പൊറുക്കില്ല. കാരണം എന്താണ്? വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അവന്റെ ഒരു വലിയ പാപം അത് അല്ലാഹുവിൽ കെട്ടിവെക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹുവിന് പങ്കാളികളോ? ലാ ശരീക ലഹു, അവനൊരു പങ്കാളിയുമില്ല, ഒരു പങ്കാളിയുടെയും ആവശ്യമില്ല. അതുകൊണ്ട് പടച്ചവനിൽ കള്ളം ആരോപിക്കുകയാണ് ഷിർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹു ഷിർക്ക് പൊറുക്കില്ല. കളവ് നടത്തിയാൽ പുറത്തു കൊടുത്തേക്കും. അഹ്ലുസുന്ന വൽ ജമാ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൽ നമുക്ക് കാണാം, ഷിർക്കല്ലാത്ത എല്ലാം അല്ലാഹു പൊറുക്കും. അത് ഖുർആൻ പറഞ്ഞതാണ്. കളവ് നടത്തിയാലും വ്യഭിചരിച്ചാലും ഇനി ഒരാളെ വധിച്ചാലും ഒക്കെ അല്ലാഹു വിചാരിച്ചാൽ പുറത്തു കൊടുക്കും. ഇല്ലെങ്കിൽ അതിന്റെ കാലാവധി ശിക്ഷ അനുഭവിച്ചിട്ട് അവന് അല്ലാഹു തആല മോചിപ്പിക്കും ആ ശിക്ഷയിൽ നിന്ന്. എന്നാൽ ഷിർക്ക് ഒരിക്കലും അല്ലാഹു പൊറുക്കില്ല. ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അമലുകളെല്ലാം തകർന്നു പോകും. അതൊന്നും അല്ലാഹു തആല സ്വീകരിക്കില്ല. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലം ബഈദാ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ വ്യക്തമായ വഴികേടിലായിരിക്കുന്നുവെന്ന് ഖുർആൻ പറഞ്ഞു. അതെ, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് ഒരിക്കലും പടച്ചതമ്പുരാൻ പൊറുക്കാത്ത കാര്യമാണ്. ഷിർക്ക് രണ്ട് രൂപത്തിലുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്. ചെറുതേതാണ്? റിയാ പോലെ, ലോകമാന്യം പോലെ, സുബ്അത്തിന് വേണ്ടി, പ്രസിദ്ധിക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ അമലുകൾ ചെയ്യുക എന്നത്. അത് ആ ഒരു അമലിൽ തന്റെ ലോകമാന്യം കടന്നു വന്നാൽ ആ അമല് അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കുക. തൗബ ചെയ്തില്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. ആ അമൽ അത് എന്തായി? ഷിർക്ക് കലർന്നിരിക്കുന്നു, ലോകമാന്യം കലർന്നിരിക്കുന്നു, ചെറിയ ഷിർക്കാണ്. അതുകൊണ്ട് ഷിർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. വലിയ ഷിർക്കാകട്ടെ എല്ലാം പൊളിഞ്ഞു പോകും, എല്ലാ അമലും പൊളിഞ്ഞു പോകും. റിയാ ആകുമ്പോൾ ആ ഏത് അമലിലാണോ റിയാ കടന്നുകൂടിയത് ആ അമല് പ്രതിഫലം കിട്ടാതെ പോകും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആളുകള് അശ്രദ്ധമായി കണക്കാക്കുന്ന ഒരു സംഗതിയാണ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളിൽ ഇത് ആളുകളെ കാണിക്കാൻ, പേരിന്, പ്രശസ്തിക്ക്, പ്രസിദ്ധിക്കൊക്കെ വേണ്ടിയുള്ള ആ നിയ്യത്ത് കടന്നു വന്നാൽ ആ അമലിൽ പ്രതിഫലമില്ല എന്ന് മനസ്സിലാക്കൂ. അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ല എന്നറിയുക. എന്നാൽ അതിനേക്കാളും വലുതാണ് വലിയ ഷിർക്ക്. അത് എല്ലാ അമലുകളും പൊളിച്ചു കളയും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം. ഇബാദത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. ആ ഇബാദത്ത് അള്ളാഹു അവന്റെ പ്രവാചകന്റെ നാവിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവന്റെ ഖുർആനിലും അവന്റെ പ്രവാചകനിലൂടെയും അള്ളാഹുവിലേക്ക് അടുക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ആരാധിക്കാത്തൊരു മനുഷ്യൻ അവൻ അഹങ്കാരിയാണ് എന്ന് മനസ്സിലാക്കുക. അവൻ അഹങ്കാരിയാണ്. അങ്ങനെ അഹങ്കാരികൾക്കുള്ള സ്ഥാനം എവിടെയാണ്? അത് നരകമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്തിട്ട്, ഉദാഹരണമായി പ്രാർത്ഥന ഇബാദത്താണ്. ഇബാദത്തിന് അർഹനായവൻ അള്ളാഹു മാത്രമാകുന്നു. അള്ളാഹു അല്ലാത്ത ഒരാളോട് ഇബാദത്ത് ദുആ ചെയ്താൽ അത് അയാൾക്കുള്ള ഇബാദത്താണ്. അവിടെ ശിർക്ക് സംഭവിച്ചു. ആ നിലക്കൊരാൾ തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കില്ല. ഇത് വളരെ ഗൗരവപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് 13 വർഷക്കാലം മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദഅവത്ത് എന്തായിരുന്നു? തൗഹീദ. ഇത് കൃത്യമായി മനസ്സിലാക്കണം. ശിർക്കിനെതിരെയുള്ള പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ സംസാരങ്ങൾ, ഖുർആന്റെ ആയത്തിന്റെ അവതരണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അത് ആളുകളുടെ മനസ്സിൽ നിന്ന് ആ അഴുക്ക് ഉന്മൂലനം ചെയ്യണം. എന്നിട്ട് തൗഹീദ് ഉറപ്പിക്കണം. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് അതിൽ ശരിയായത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിക്കണം, ശരിയാമണ്ണം പഠിക്കണം. അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്ന അമലുകൾക്ക് വിശ്വാസികൾ പ്രവർത്തിക്കുമ്പോൾ 2 നിബന്ധന ഉണ്ടാകണം. ഒന്ന് ഇഖ്ലാസാണ്, ആത്മാർത്ഥമായ അമലുകൾ ചെയ്യണം, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യണം. 2 മുതാബഅത്തു നബിയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റിക്കൊണ്ട് ചെയ്യണം. നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ഇബാദത്തില്ല, നമുക്ക് തോന്നിയ രൂപത്തിൽ ഇബാദത്തില്ല. കുറച്ച് ആളുകൾ കൂടിയിട്ട് ഇത് കൊള്ളാം എന്ന് പറഞ്ഞത് ഒരു നല്ലൊരു ഇബാദത്താണ് എന്ന് പറഞ്ഞിട്ടോ അത് ഇബാദത്തല്ല, അത് ബിദ്അത്തായി മാറും. ബിദ്അത്ത് സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കിഷ്ടമുള്ള രൂപത്തിലൊക്കെ ഇബാദത്ത് ഉണ്ടാക്കാമെങ്കിൽ, ദീനിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് അല്ലാഹു തആല റസൂലിനെ പറഞ്ഞയച്ചത്? എന്തിനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്? കാര്യങ്ങൾ പഠിപ്പിക്കാനല്ലേ, വേർതിരിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാനല്ലേ അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. ആർക്കും തോന്നിയതുപോലെ എന്തും മതത്തിൽ ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എന്തിന് പ്രവാചകന്മാർ വരണം? അതെ, പ്രവാചകന്മാർ അല്ലാഹു തആല നിയോഗിച്ചത് അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ. അല്ലാഹു ഇഷ്ടപ്പെട്ട, അവൻ തൃപ്തിപ്പെട്ട കാര്യങ്ങൾ ഏതോ അത് പഠിപ്പിച്ചു കൊടുക്കാൻ. അതാണ് ഇബാദത്തിലുള്ളത്. അതുകൊണ്ട് ബിദ്അത്തുകൾ വർജിക്കുക. അത്തരം ഏത് വിഷയത്തിലും ബിദ്അത്ത് സൂക്ഷിക്കണമെന്ന് തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്? അത് നരകത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. അത് വഴികേടാണെന്നും ആ വഴികേടുകൾ നരകത്തിലേക്കാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന എന്താണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നാഥാ നേരായ വഴിക്ക് നീ ഞങ്ങളെ ചേർക്കണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നിന്റെ കോപം കിട്ടിയ ആളുകളുടെ മാർഗത്തിലല്ല, വഴി പിഴച്ചുപോയ ആളുകളുടെ മാർഗത്തിലുമല്ല, നീ ഹിദായത്ത് കൊടുത്ത, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും ചേർക്കണമേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അത് നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമല്ലേ? അവരുടെ പാതയല്ലേ ശരിയായത്? അത് അല്ലാഹു തൃപ്തിപ്പെട്ടതല്ലേ? അത് അല്ലാഹു തആല അവന്റെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചതാണ്, അവൻ ഇഷ്ടപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആളുകൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് ബിദ്അത്തിലും ലലാലത്തിലുമായി കൊണ്ടാണ്. അതൊരിക്കലും പാടില്ലാത്തതാണ്. അത് പൈശാചിക വഴികളാണ് എന്ന് മനസ്സിലാക്കുക. അത് വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ, ഖുർആൻ അറിയിച്ച രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക. ഇബാദത്ത് അവന് മാത്രമേ പാടുള്ളൂ. അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹനായവൻ. അവൻ ഏകനാണ്, അവൻ യാതൊരു പങ്കാളികളുമില്ല. അതുകൊണ്ട് ഇബാദത്തിൽ ഒരാളെ പങ്കു ചേർത്തുകൂടാ. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഒരാളെ പങ്കു ചേർത്തുകൂടാ. അതല്ലാത്തതെല്ലാം വഴികേടിലാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അതിനാൽ ഇഖ്ലാസോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പിൻപറ്റി കൃത്യമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഇബാദത്ത് നിർവഹിക്കുക. പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലാകണം. ദീൻ പഠിപ്പിച്ച രൂപത്തിൽ, നമുക്കിഷ്ടപ്പെട്ട രൂപത്തിലല്ല.
നാം കാണിക്കുന്ന രൂപത്തിലല്ല, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ആളുകൾ കാണിക്കുന്നത് കൊള്ളാം, ഇത് നല്ല കാര്യം എന്ന രൂപത്തിലല്ല ഇബാദത്ത്. അത് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കുക. അതറിയാൻ യഥാർത്ഥ പണ്ഡിതന്മാര്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കിയിട്ടുള്ള, അത് കോട്ടിമാറ്റാത്ത വളച്ചു കെട്ടാത്ത പണ്ഡിതന്മാരിൽ നിന്നും കൃത്യമായി ദീൻ പഠിക്കുക. അവർ അതിൻ്റെ സത്യാസത്യങ്ങൾ പറഞ്ഞു തരും. അതനുസരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കൃത്യമായ ദീൻ പഠിക്കുക എന്ന് മനസ്സിലാക്കുക. അതാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കുക. ശിർക്ക് എന്താണ്, കുഫർ എന്താണ്, തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുന്നിടത്ത് തെറ്റുപറ്റിയാൽ നമ്മുടെ കർമ്മങ്ങൾ പിഴവിലായി പോകും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന ഇസ്ലാമിന്റെ കലിമത്ത് തൗഹീദ് മുറുകെ പിടിക്കുക. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കുക. അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അതൊരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ പ്രവർത്തനങ്ങളിൽ, ഇബാദത്തിൽ ഒരിക്കലും ശിർക്ക് കടന്നു വന്നുകൂടാ. ഒരിക്കലും ശിർക്ക് കടന്നു വന്നുകൂടാ. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ദുആ ഇബാദത്താണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് നടത്തിയാലോ അത് അവർക്കുള്ള ഇബാദത്താണ്. അവിടെ ശിർക്കുണ്ടാകുന്നു, നമ്മളുടെ അമൽ അള്ളാഹു തആല സ്വീകരിക്കില്ല. നമ്മളുടെ സങ്കേതം നരകമായിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ശരിയാവണ്ണം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ഇസ്ലാം ദീൻ എന്താണ്, ദീൻ എന്തു പറയുന്നു, എന്താണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളും മാർഗങ്ങളും, എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക്, എന്താണ് കുഫർ, എന്തിനാണ് പടച്ചോൻ നമ്മളെ സൃഷ്ടിച്ചത്, സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് യഥാർത്ഥ വിശ്വാസികളായി മരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.